ഹലോ, വെൽക്കം ടു സജീസ് ഇന്നോവേഷൻസ്. നമ്മൾ എത്തിയിരിക്കുന്ന നമ്മുടെ കിച്ചണിലേക്കാണ്. ഒരു കിടിലൻ, വളരെ ഈസി ആയിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു ബീഫ് ഐറ്റം, അതായത് ബീഫ് ഫ്രൈ അല്ലെങ്കിൽ ബീഫ് ഡ്രൈ ഫ്രൈ എന്നൊക്കെ നമുക്ക് പറയാം. അപ്പോൾ ഇതിനൊരു അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ ഒറ്റ കുക്കറിൽ ഒറ്റ അടിക്കലിൽ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ തുടക്കക്കാർക്ക് അല്ലെങ്കിൽ കുക്കിംഗ് ശരിക്കും അറിയാത്തവർക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു ബീഫ് ഫ്രൈ ആണത്. അളവുകളൊക്കെ കൃത്യമായിട്ട് ഞാൻ പറയുന്നുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം, ചെക്ക് ചെയ്ത് നോക്കുക. എന്തായാലും നമുക്ക് വളരെ പെട്ടെന്ന് നമ്മുടെ റെസിപ്പിയിലേക്ക് കടക്കാം. ഇത് ഞാനൊരു കുക്കർ വെച്ചിട്ടുണ്ട് അടുപ്പത്ത്. എടുത്തിരിക്കുന്നത് 1 കിലോ ബീഫാട്ടോ. ബീഫിൻ്റെ കഷ്ണങ്ങൾ അത്യാവശ്യം ചെറുതായിട്ട് വെട്ടിയെടുത്തിട്ട് നന്നായിട്ട് കഴുകി വെള്ളം മൊത്തം കളഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതിൽ വെള്ളം തീരെയും വേണ്ട, അതുകൊണ്ട് വെള്ളം മൊത്തം കളഞ്ഞെടുത്തത്. ബാക്കി ഐറ്റംസ് എല്ലാം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇടുമ്പോൾ ഒന്നായിട്ട് പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞു ഒറ്റ കുക്കറിൽ നമ്മളെല്ലാം കൂടെ ചെയ്യുന്നത്. അത് ഞാൻ ബീഫ് ഇട്ട് കൊടുക്കുകയാണേ. ഇതിൽ നമ്മൾ വെള്ളം തീരെയും ചേർക്കുന്നില്ല. 3 ടേബിൾ സ്പൂണ് തൈര് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഇടുന്നത് ഒരു 8 അല്ലി വെളുത്തുള്ളി, ഒരു 5 പച്ചമുളക്, ഒരു അത്യാവശ്യം വലിയ കഷ്ണം ഇഞ്ചി, ഇത്രയും കൂടെ ചതച്ചെടുത്തതാണ്. 2 മീഡിയം സവാള ചെറുതായിട്ട് അരിഞ്ഞത് അടി കൊടുക്കുന്നുണ്ട്. ഇനി ഇടുന്നത് കുറച്ച് പൊടികളാണ്. ഒരു 4 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 ടീസ്പൂൺ മുളക് പൊടി. നമ്മൾ പച്ചമുളകും ചേർത്തിട്ടുണ്ട്. നിങ്ങളുടെ എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരു 1.5 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കണ്ടേ. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അടിയുന്നുണ്ട്. 1.5 ടീസ്പൂൺ ഉപ്പ് ആദ്യം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ പിന്നെ ചേർത്ത് കൊടുത്താൽ മതിയേ. ഒരു 5 ഗ്രാമ്പൂവും ഒരു ചെറിയ കഷ്ണം പട്ടയും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് കറിവേപ്പില കേട്ടോ. നമുക്ക് ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഞാൻ വെള്ളം തീരെയും ചേർത്തിട്ടില്ല ഉണ്ടല്ലോ. നമുക്ക് ഈ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ട് ഒരു 8 വിസിൽ. ബീഫ് അത്യാവശ്യം നന്നായിട്ട് വേവണം. ചില ബീഫ് പെട്ടെന്ന് വെന്തിട്ടുണ്ട്. നിങ്ങൾക്ക് കിട്ടുന്ന വേവ് അനുസരിച്ച് വിസിൽ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഞാനൊരു 8 വിസിൽ വേവിക്കേണ്ട പരിപാടിയാണ്. അതിനുശേഷം നമുക്ക് വീണ്ടും കാണാം കേട്ടോ. അപ്പോൾ നമ്മുടെ ബീഫ് ഒരു 8 വിസിൽ വരുന്നവരെ വേവിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതേസമയം ഞാനൊരു പാന് അടുപ്പത്തേക്ക് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഞാനൊരു കാര്യം നേരത്തെ പറയാൻ വിട്ടുപോയി. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ മാറ്റി വെച്ചതിന് ശേഷമാണ് കുക്ക് ചെയ്യുന്നതെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടും കേട്ടോ. എനിക്ക് ടൈമില്ലാത്തതാണ് ഞാൻ പെട്ടെന്ന് തന്നെ ചെയ്തത്. അപ്പോൾ എന്തായാലും പാൻ വെച്ചിട്ട് ഞാൻ അടുപ്പത്ത് ഇതിലേക്ക് ഞാൻ ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണേ. ഇനി ഒരു കാര്യം ഞാൻ തന്നെ പറയാം, ബീഫ് ഫ്രൈ നമ്മൾ ശരിക്കും ഡ്രൈ ഫ്രൈ ആക്കി എടുക്കണമെങ്കിൽ അത് വെളിച്ചെണ്ണയിൽ തന്നെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ വെളിച്ചെണ്ണ ഇങ്ങനെ ഒഴിക്കണമെങ്കിൽ ചിലരൊക്കെ കമൻറ്റ് ചെയ്യാറുണ്ട് വെളിച്ചെണ്ണ ഒത്തിരി കൂടിപ്പോയില്ല എന്ന്. ഇത് നമ്മൾ എപ്പോഴും ഉണ്ടാക്കുന്ന സാധനമല്ല. അപ്പോൾ അത്രയും ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കി എടുക്കണമെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാനാണ് കേട്ടോ. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. നമ്മൾ ചെയ്യാൻ പോകുന്നേ ഈ നമ്മൾ വേവിച്ച് വെച്ച ഐറ്റം. സ്റ്റീമൊക്കെ പോയിരിപ്പുണ്ട്. ഇത് കണ്ടോ, വെള്ളം കണ്ടോ, നമ്മൾ തീരെയും വെള്ളം ചേർക്കാതെ ആണ് എടുത്തത്. നല്ല വെള്ളം നിൽക്കുന്നുണ്ടോ, നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ നിങ്ങളെ വ്യക്തമായിട്ട് കാണിക്കാൻ വേണ്ടിയാണ് ഒരു സെപ്പറേറ്റ് പാൻ ഉപയോഗിക്കുന്നത്. നിങ്ങളുടെ കയ്യിലുള്ള കുക്കറിന് അത്യാവശ്യം വലുപ്പം ഉണ്ടെങ്കിൽ ഇനി ചെയ്യാൻ പോകുന്ന ഫുൾ കാര്യങ്ങൾ ആ കുക്കറിൽ തന്നെ ചെയ്തെടുക്കാം. ഇനിയാണ് ഏറ്റവും ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള പരിപാടി കേട്ടോ. നമ്മളിത് വറുത്ത് ഇങ്ങനെ എത്രത്തോളം നമുക്ക് ഡ്രൈ ആവണോ അത്രയും ഡ്രൈ ആക്കി എടുക്കണം. എന്നാലും നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകട്ടോ. ഈസി ആണെങ്കിലും കുറച്ച് ടൈം എടുക്കും, അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ വെള്ളം ഒന്ന് വറ്റി വരട്ടെ. അതിനുശേഷം നമുക്ക് കാണാം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഏറ്റവും ലോ ഫ്ലെയിമിൽ ചെയ്ത് കൊടുക്കുക. നമ്മൾ ഹൈ ഫ്ലെയിമിൽ ചെയ്താൽ പെട്ടെന്ന് വെള്ളം വറ്റി ഫ്രൈ ആയി കിട്ടുമെങ്കിലും ടേസ്റ്റ് ഉണ്ടാവില്ല. എപ്പോഴും ഈ ബീഫ് ഐറ്റംസിനൊക്കെ, പ്രത്യേകിച്ച് നോൺ വെജ് ഐറ്റംസിന് ടേസ്റ്റ് വരണമെങ്കിൽ ലോ ഫ്ലെയിമിൽ ചെയ്ത് കൊടുക്കണം. കുറച്ച് വേണം നമുക്ക് മീഡിയത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഞാൻ വളരെ ലോ ഫ്ലെയിമിലാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ബീഫിൻ്റെ വെള്ളമൊക്കെ വറ്റി ഒന്ന് ഡ്രൈ ആയി വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനിയാണ് നമ്മുടെ ഒരു പ്രധാന പരിപാടി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഒഴിച്ച് നല്ല ഫ്രൈ ആക്കി എടുക്കണം. നിങ്ങൾക്ക് എത്ര ഇത് ഫ്രൈ ആവണോ, എത്രമാത്രം ഡ്രൈ ആവണോ അതുവരെയും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നല്ല ഡ്രൈ ആയിട്ട് വരാൻ കുറേ സമയം എടുക്കും കേട്ടോ. അപ്പോൾ എന്തായാലും ഇടയ്ക്കിടെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇത് നമ്മുടെ ബീഫ് ഫ്രൈയുടെ ഇപ്പോഴത്തെ അവസ്ഥ ഉണ്ടോ, അടിപൊളിയായിട്ട് നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഫൈനൽ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യണം. ഞാനിതിൽ ആഡ് ചെയ്യാൻ പോകുന്നത് 1 ടേബിൾ സ്പൂൺ കുരുമുളക് കേട്ടോ. ചതച്ച കുരുമുളക് നല്ലത്. നിങ്ങളുടെ ഇതിൽ ഫ്രഷ് ആയിട്ട് ചതച്ചെടുക്കുക. ഇതിലിപ്പോൾ കുറച്ച് പൊടിച്ചതേ ഉണ്ടായിരുന്നുള്ളൂ. 1 ടേബിൾ സ്പൂൺ ഇട്ട് എടുക്കണ്ടേ. ബീഫിന് പ്രത്യേക ടേസ്റ്റ് കൊടുക്കും കേട്ടോ കുരുമുളക്. ഇനി ഞാനൊരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചുകൂടെ കൊടുക്കുന്നുണ്ട്. നേരത്തെ 1.5 ടീസ്പൂൺ കൊടുത്തിരുന്നു. കുറച്ചുകൂടെ ലാസ്റ്റ് ആഡ് ചെയ്താലേ പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഞങ്ങൾ സാധാരണയായിട്ട് ഗരം മസാല അങ്ങനെ ചേർക്കാറില്ല കേട്ടോ. അതുകൊണ്ടാണ് ഈ പെരിഞ്ജീരകം വേണ്ടി ചേർക്കുന്നത്. നിങ്ങൾക്ക് ഗരം മസാല ഇഷ്ടമാണെങ്കിൽ ഈ സമയത്ത് ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ.
ഇളക്കി കൊടുക്കുക. നമ്മൾ ഉദ്ദേശിച്ച ഒരു കറുത്ത നിറമൊക്കെ വന്നില്ലേ. എണ്ണ പിന്നെ അധികം ചേർക്കേണ്ടി വന്നില്ല കേട്ടോ. അത്ര എണ്ണ വെച്ചാണ് നമ്മൾ ചെയ്തത്. ഈ സമയം കുറച്ച് ഡെക്കറേഷൻ പരിപാടി കേട്ടോ. ഒരു കുഞ്ഞു പാൻ ഞാൻ അടുപ്പത്ത് വെച്ച് ചൂടായിരിപ്പണ്ടേ. അതിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ആ എണ്ണയിലേക്ക് ഒരു 4 പച്ചമുളക് കീറിയിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ചധികം കറിവേപ്പിലയും കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, വേണമെന്നുള്ളത് ചെയ്താൽ മതിയേ. ബീഫ് ഫ്രൈ ഓക്കെ ആവുന്നുണ്ട്. ഇതിൽ ഞാൻ പിന്നെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. 1.5 ടീസ്പൂൺ ഉപ്പ് നമ്മൾ ചേർത്തിട്ടുള്ളൂ. നിങ്ങൾ നോക്കിയിട്ട് പിന്നെ ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതിയേ. ഞങ്ങൾക്ക് തന്നെ മതി. യെസ്, ഇതെടുത്ത് ഇട്ട് കൊടുക്കുക. എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് ഈ മുളകും കൂടെ കഴിച്ചു കഴിഞ്ഞാൽ പ്രത്യേക ടേസ്റ്റ് ആട്ടോ. അപ്പോൾ നമ്മുടെ കിടിലൻ ബീഫ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഉറപ്പായിട്ടും ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റാണ്. ഞാൻ പറഞ്ഞല്ലോ, തുടക്കത്തിൽ പറഞ്ഞു, ഇവൻ പാചകം അറിയാത്തവർക്കും കുക്കിംഗ് പഠിച്ചു വരുന്നവർക്കൊക്കെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയൊരു സാധനമാണ്. ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ ചേർത്താൽ മതിയിട്ടാണ്. ഈ വീഡിയോ ഇഷ്ടമായി തന്നെ കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം. സോ മറ്റു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ബൈ ഫ്രം സജീസിൻ്റെ വേഷൻസ്.